നിങ്ങൾക്ക് എന്നെയല്ലേ വേണ്ടത്? സുഹറയെ വിട്ടേക്കൂ. ഞാൻ ജീവിച്ചിരിക്കുമ്പോ നിങ്ങളുടെ ദേഹത്തൊരു തരി മണ്ണ് പോലും വീഴാൻ പാടില്ലായിരുന്നു. അങ്ങനെ സംഭവിച്ചു പോയി. എന്നോട് ക്ഷമിക്കുമോളെ. മാറി നിന്നോളൂ. എവിടെ പോയടാ നിന്റെ ബഹുജന മുന്നേറ്റ മുന്നണി? എവിടെ പോയി നിന്റെ ചെങ്കോലും സിംഹാസനവും? ഒരഗതിയെ പോലെ രണ്ട് കൈയും ഉയർത്തിപ്പിടിച്ച് നിയമത്തിന്റെ മുന്നിൽ തൂങ്ങി നിൽക്കേണ്ടുന്ന ഒരു അവസ്ഥ ഇവൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരിക്കില്ല സർ. നിങ്ങൾ ഉണ്ടാക്കുന്ന നിയമങ്ങളല്ല ജനങ്ങളുടെ നിയമം. ജനാധിപത്യപരമായ ഒരു നീക്കങ്ങളെയും ആർക്കും തടയാനാവില്ല. വൃത്തികെട്ട ബ്യൂറോക്രാറ്റുകൾ വളച്ചൊടിക്കുന്ന നിയമങ്ങൾ സൃഷ്ടിക്കുന്നത് തീവ്രവാദികളെയും രാജ്യദ്രോഹികളെയുമായിരിക്കും. യെസ്, യു ആർ ദ ക്രിമിനൽ, യു ആർ ദ ടെററിസ്റ്റ്. അനുഭവങ്ങളുടെ അഗ്നിയിലൂടെയുള്ള യാത്ര ഞങ്ങളെ മാറ്റിമറിച്ചിരിക്കുന്നു. പാവപ്പെട്ടവനെ ഭിന്നിപ്പിച്ച് ഭരിക്കുന്ന നിന്നെ പോലുള്ള അധികാരി വർഗം തുലയണം. കലാപകാരികളെ തീറ്റി പോറ്റി വളർത്തുന്ന രാഷ്ട്രീയ പാർട്ടികളും തുലയണം. വഴിപിഴച്ചവന്റെ എല്ലാം മാന്യതയുടെ മുഖം മൂടി അഴിഞ്ഞു വീഴണം. ഇവിടെ നിന്നാകട്ടെ നിന്നെ പോലുള്ള രാജ്യദ്രോഹികളുടെ അന്ത്യം. എനിക്കുള്ളതെല്ലാം ഞാൻ നിനക്ക് തരാം. നിന്റെ കാലി വീണ് നമസ്കരിക്കാം. എന്നെ കൊല്ലരുത് പ്ലീസ്. പഞ്ചാബിയും സിന്ധിയും ഗുജറാത്തിയും മറാഠിയും ദ്രാവിഡനും ബംഗാളിയും ഈ ത്രിവർണ പതാകയുടെ കീഴിൽ ഒരമ്മ പെറ്റ മക്കളാണെന്ന് കുഞ്ഞുനാൾ മുതൽ പാടി പഠിച്ചവനാണ് ഞാൻ. ഭൂമിയും അഗ്നിയും ജലവും പോലെ ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും ഈ ത്രിവർണ പതാകയിലെ 3 നിറങ്ങൾ പോലെ ഒന്നിച്ചു കഴിയുന്ന ഈ മണ്ണിൽ ഞങ്ങൾക്ക് ഭാഷകളോ മതങ്ങളോ കുലങ്ങളോ ഗോത്രങ്ങളോ സൃഷ്ടിക്കുന്ന മതിലുകൾ ആവശ്യമില്ല. ഇനി ഒരു ജീവിതവും നീ ഊതിക്കെടുത്താൻ പാടില്ല. ഇനി ഒരു കണ്ണുകളും ഇവിടെ നിറഞ്ഞൊഴുകാൻ പാടില്ല. പ്ലീസ്, എനിക്ക് മാപ്പ് തരണം. ഇല്ല, അവസരം കിട്ടിയാൽ നീ വീണ്ടും സമൂഹത്തിന് നേരെ ചീറ്റും. ആ വിഷവിത്തുകൾ വായുവിൽ കലരും. ആ വായു ശ്വസിച്ച് അവർ പിടഞ്ഞു മരിക്കും. അനുവദിക്കില്ല ഞാൻ. ഹൻസരാജും ദീപക് ഷായും കുഞ്ഞാലിക്കയും മുബാറക്കും ഗോപാലൻ മേസ്ത്രിയും CA മാർട്ടിനും ഡ്രൈവർ അഷ്റഫും എന്റെ സലീം ഭായും അടക്കം
എന്നെ സ്നേഹിച്ചവരെയും നിന്നെ സേവിച്ചവരെയും നീ ഇല്ലാതാക്കി. ഇനിയും ഇത് ആവർത്തിക്കാൻ നിന്നെ ഞാൻ അനുവദിക്കില്ല. സാധാരണക്കാരൻ പൂർണ്ണ സ്വതന്ത്രനാവണം. ചതിയുടെ ഇടനാഴിയിൽ ചൂഷണത്തിന്റെ രക്തത്തിൽ ചവിട്ടി അവരിനി ഒരിക്കലും കാലിടറി വീഴരുത്. നിനക്ക് തരാൻ ദൈവം എന്റെ മനസ്സിൽ തോന്നിച്ച പ്രതിഫലം ഇതാണ്. അരുത് ഓഫീസർ, ഓർഡർ പിൻവലിക്കണം. അതിന് അധികാരമുള്ള ആദ്യമാണ് പറയുന്നത്. എവിടേക്കാണ് നിങ്ങൾ നിറയൊഴിക്കാൻ പോകുന്നത്? ഇവിടെ കൂടി നിൽക്കുന്ന ഈ നിരപരാധികളായ ജനങ്ങളുടെ നെഞ്ചിലേക്കോ, അതോ അവരെ നന്മയിലേക്ക് നയിക്കുന്ന ആ മനുഷ്യന്റെ നേർക്കോ? മരിച്ചു വീണവർ മരിക്കേണ്ടവരായിരുന്നു. ജീവിച്ചിരിക്കേണ്ടവർക്ക് ജീവിതം നിഷേധിച്ചവർ അവർ മരിച്ചോട്ടെ, ഇവർ ജീവിക്കട്ടെ, സത്യം ജയിക്കട്ടെ. ബോധപൂർവ്വം ഇവിടെ കലാപം ഒരുക്കിയവരെ നേരിടുന്ന ഈ ജനങ്ങളുടെ കൂടെ വേണമായിരുന്നു നമ്മൾ നിൽക്കാൻ. You are right. I'm sorry. ഓഫീസർ, ഒരു പുതിയ നീതിക്ക് വേണ്ടി, ഈ തെരുവിന് വേണ്ടി, എന്നെ സ്നേഹിക്കുന്ന സമൂഹത്തിന് വേണ്ടി നിയമം കയ്യിലെടുത്തവനാണ് ഞാൻ. ആ നിയമത്തിന്റെ കണ്ണിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നിയമത്തിന്റെ കണ്ണ് തുറപ്പിച്ചവനാണ് നീ. സാധാരണക്കാരന് വേണ്ടി എഴുതപ്പെട്ട പുതിയ ചരിത്രമാണ് നീ. ഞാൻ നിന്നെ മനസ്സിലാക്കാൻ വൈകിപ്പോയി അനിയ. ഇനി എനിക്ക് നിന്റെ പിന്നിൽ നടക്കാനാണ് ഇഷ്ടം. എന്തിലും ഏതിലും എവിടെയും നീയാകട്ടെ ഒന്നാമൻ. ഈ തെരുവിലൂടെ, നമ്മുടെ കേരളത്തിലൂടെ, ഇന്ത്യയിലൂടെ